അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സർവ്വശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം എന്നോടെല്ലാവരും ചോദിക്കും, എന്താ ബാവുക്ക വീഡിയോ ചെയ്യാത്തത്, എന്ത് പറ്റി, സുഖമില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി വന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നോമ്പായതുകൊണ്ട് ആണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ മറ്റു ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട്. പിന്നെ നോമ്പല്ലേ, നമുക്ക് കഴിയുന്നതും മറ്റുള്ള പല കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. കിട്ടിയ അവസരം നമ്മൾ പാഴാക്കി കളയണ്ടല്ലോ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസം നമ്മൾ എത്രത്തോളം നമുക്ക് ഇൽമ് ഇബാദത്തുകൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യാം. അതാണ് ഏറ്റവും നല്ല കാര്യം. കഴിയുന്നതും മറ്റുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അമലുകൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. പിന്നെ റമദാനിൻ്റെ പോരിശ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു മാസത്തിലൊരു മാസമാണ് റമദാൻ മാസം. പിന്നെ അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നത് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, ഇതൊക്കെ പ്രധാനപ്പെട്ട മാസങ്ങൾ തന്നെയാണ് കേട്ടോ. പുണ്യമാക്കപ്പെട്ട മാസങ്ങൾ തന്നെയാണ്. അതുപോലെ റജബ്. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ മാസം. അതിൽ നമ്മൾ ഒരു കടുകുമണി സമയം പോലും നമ്മൾ വേസ്റ്റാക്കാതെ നമ്മൾ ഇബാദത്ത് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിപ്പം ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആരെയും ബോറടിപ്പിക്കല്ല. അതായത് എനിക്ക് നേരത്തെ സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പിന്നെ യൂറോളജി സംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ്റെ ഒരു ആവശ്യം വന്നിരുന്നു. അപ്പോൾ അത് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ റമദാൻ മാസം കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യണം. അപ്പോൾ നിർബന്ധമായിട്ട് ഉള്ളൊരു കാര്യമായതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ നടന്നു കിട്ടണം, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം വന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊക്കെ പ്രാർത്ഥന ഉണ്ട്. എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മോട് ബന്ധപ്പെടുന്നവരും എനിക്ക് വിളിക്കുന്നവരും അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ കൊണ്ട് കഴിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ റാഹത്തായിട്ട് ആ കാര്യം നടക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പ്രാർത്ഥനയാണ് പടച്ച റബ്ബ് സ്വീകരിക്കുന്നതും ഉടനടി അതിന് പ്രതിഫലം തരുന്നതും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ്, ഏറ്റവും വലിയൊരു ഊർജം നമുക്ക് നൽകുന്ന ഒരു എനർജിയാണ്. അതായത് ഈ പ്രാർത്ഥന ആര് തന്നെ ആയാലും ആ പ്രാർത്ഥന അതാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന കാര്യം. അതിനേക്കാളും വലിയ മറ്റൊരു കാര്യങ്ങളും ഇല്ല. അതിൻ്റെ പിന്നിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുക. തരുന്നത് പടച്ച റബ്ബാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി തരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ആ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മുടെ റബ്ബിനെ നമ്മൾ സ്മരിക്കുക. അവൻ്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് നമ്മൾ അവനെ പ്രകീർത്തിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിന് പ്രതിഫലം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ചിലത് കുറച്ച് വഴുകും, ചിലത് ഉടനടി കിട്ടും. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകില്ല. അതായത് അതിന് 3 തരത്തിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുന്നതാണ്. ഒന്ന്, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് ഉടനെ തന്നെ നടക്കും. മൂന്നാമത് പറഞ്ഞത്, അത് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അതിനുള്ള പ്രതിഫലം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലല്ല നാളത്തെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായും പടച്ച റബ്ബ് നമുക്ക് അവിടെ കരുതി വെക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ?
അപ്പോൾ ഏത് തരത്തിൽ നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രാർത്ഥിച്ച ഉടനെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന്. ഇപ്പം മിക്ക ആളുകളും നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവവിശ്വാസം ഇല്ലാത്തവരും ദൈവത്തെ നിഷേധിക്കുന്നവരൊക്കെ ആയി തീരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരാരും വിശ്വാസമില്ലാത്തവരായിരുന്നില്ല. പക്ഷേ അവരൊക്കെ വിശ്വാസമുള്ളവർ തന്നെ ആയിരുന്നു. പക്ഷേ അവർ ചോദിച്ചപ്പം തന്നെ അവർക്ക് കിട്ടിയില്ല. അതായത് ഇപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചോദിച്ച് നാളെ നേരം വെളുക്കുമ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ട് ഇതൊന്നുമില്ലാത്തതാണ് എന്നുള്ള രീതിയിലാണ് അവർ നിരീശ്വരവാദത്തിലേക്കൊക്കെ പോകുന്നത്, നിഷേധികളായി മാറുന്നത്, ദൈവത്തെ പഴി പറയുന്നവരായി മാറുന്നത്. അതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ക്ഷമ ആണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം. ഈമാൻ്റെ ഏറ്റവും വലിയ തൂണെന്താണെന്ന് ചോദിച്ചാൽ അത് ക്ഷമയാണ്. നമ്മൾ എന്ത് റബ്ബിനോട് ചോദിച്ചാലും അത് നമുക്ക് കിട്ടും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അത് തരുന്ന സമയം അത് നമ്മുടെ സൃഷ്ടാവ് തീരുമാനിക്കും. അതൊരു പരീക്ഷണമാണ്. പരീക്ഷണം പല തരത്തിലുണ്ട്. നമുക്ക് പല സുഖങ്ങളും വരും, ജീവിതത്തിൽ ദുഃഖങ്ങളും വരും, വേദനകൾ വരും, പല തരത്തിലുള്ള സാഹചര്യങ്ങൾ വരും. അതെല്ലാം ഒരു പരീക്ഷണമാണ്. അപ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കും, നിങ്ങൾക്കെന്താ ഇങ്ങനെയൊക്കെ? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാം പരീക്ഷണമാണ്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ നടന്നു. അപ്പം അതൊക്കെ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. അതിന് നമുക്ക് തരുന്നതൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് മുന്നോട്ട് പോവുക. മനസ്സിലായോ? നമ്മൾ എന്ത് നന്മകൾ ചെയ്താലും അതൊന്നും പാഴായി പോവില്ല. ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്, കണക്കുകളുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് എന്താ അറിയോ? സമയം, അതുപോലെ തന്നെ ചില കണക്കുകൾ. അതൊക്കെ അതിൻ്റെ യഥാവിധി ഈ രീതിയിൽ മാത്രമേ അത് നടക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പം ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പറയും ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ 7 പേരില്ല. ഒരാളെപ്പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വെച്ച് കഴിഞ്ഞാണെന്നുവെച്ചെങ്കിൽ അതുപോലെ മറ്റൊരാളെ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ടോ? ഇല്ല. കണ്ണ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരു കണ്ണ് വരുന്നുണ്ടോ? ഇല്ല. ഒരു ഉമ്മക്ക് തന്നെ ഒരു ഗർഭത്തിൽ തന്നെ 2, 3, 4 മക്കൾ ജനിച്ചാലും അവർ വ്യത്യസ്തരായിരിക്കും. അവരുടെ മുഖച്ഛായം കൊണ്ടോ മറ്റേത് രീതിയിലും സാമ്യമായി വരികയാണെങ്കിലും അവരുടെ സ്വഭാവം കൊണ്ടെങ്കിലും അവർക്ക് മാറ്റങ്ങളുണ്ടാവും, അല്ലേ? എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പം 1,00,000 ചില്ലാനും പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവസാനത്തെ പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ പ്രവാചകന്മാർ വ്യത്യസ്ത രീതിയിലാണ്, ഒരേപോലെ ആരും വന്നിട്ടില്ല. അവരുടെ ആശയങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ഓരോ പ്രവൃത്തികളും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. മനസ്സിലായോ? അപ്പം എല്ലാം വ്യത്യസ്തമാണ്. ഒരു മനുഷ്യനും സാമ്യമല്ല ഒന്നിനും. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു കറക്കത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് എന്നും കഷ്ടപ്പാടാണ്, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇതിങ്ങനെ കറങ്ങി യഥാസ്ഥാനത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് നമുക്ക് കഷ്ടപ്പാടാണെങ്കിൽ ഒരു സമയത്ത് നമുക്ക് സുഖം വരും, സന്തോഷം വരും. അതിനാണ് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത്. ക്ഷമ വേണം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കൽ ചെയ്യാം. അതാണ് വേണ്ടത്. റബ്ബിനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിൽ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം. അതിനോടൊപ്പം അവനെ സ്മരിക്കുകയും ചെയ്യുക. അവൻ്റെ നാമങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. നമ്മൾ കുറേ പൊട്ടിക്കരഞ്ഞൊന്നും പറയണ്ട. പക്ഷെ നമ്മൾ കുറച്ച് സങ്കടത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ പറയാം. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. സുഖവും ദുഃഖവും ഒക്കെ നമുക്കുണ്ടാവും. നമ്മുടെ സങ്കടപ്പാടുകൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, അതിനൊരു സമയം നേരമൊക്കെ കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ പാഴായി പോകില്ല. എല്ലാം തിരിച്ചു വരും. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരും. നമ്മൾ വിചാരിക്കും നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി നമുക്ക് അങ്ങനെ ഒരു ജീവിതമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് തിരിച്ച് കിട്ടില്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. എല്ലാം തിരിച്ചു വരും. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു റൊട്ടേഷനാണ്. ഇതിനൊക്കെ ഓരോ കണക്കുകളുണ്ട്. ആ കണക്കുകൾ കൃത്യമായി നടക്കും. നമ്മൾ വർഷങ്ങളും മാസങ്ങളും ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ കണ്ടില്ലേ, അത് അതേപോലെ റൊട്ടേഷനായിട്ട് വരുന്നുണ്ടല്ലോ. ജനുവരി കഴിഞ്ഞാൽ വീണ്ടും വരുന്നുണ്ട് ഒരു ജനുവരി. ഇപ്പം ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ചില കണക്കുകളുണ്ട്.
അതിലേറ്റവും ടോപ്പ് കണക്കാണ് എന്താണ്? കൽപ്പം. ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയുന്നത് പോലെയാണ് കൽപ്പം എന്ന് പറയുന്നത്. ഈ കൽപ്പം എന്ന് പറയുന്നത് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കണക്കാണ്. നമുക്ക് ചിന്തയിൽ പോലും എത്തിപ്പെടാൻ സാധിക്കാത്തൊരു കണക്കാണത്. അതിന് പറയാൻ എന്താണെന്ന് വെച്ചാൽ 14 മനുക്കളാണ് ഈ ഒരു കൽപ്പം എന്ന് പറയുന്നത്. അതായത് അത് വേദങ്ങളിലൊക്കെ പറയുന്നത് അത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണെന്നാണ് പറയുന്നത് കേട്ടോ. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, അതായത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉദ്ദേശിച്ചാൽ മതി, നമ്മുടെ സൃഷ്ടാവ് ദൈവം റബ്ബിൻ്റെ ഒരു ദിവസം, അങ്ങനെയാണ് കൂട്ടിയാലും മതി. അപ്പം നമ്മളിപ്പോൾ പല വേദങ്ങളിൽ ഇന്നത് പറയുന്നത്, മറ്റുള്ളതിൽ വേറെ പറയുന്നത്, അതിന് എല്ലാത്തിനും സാമ്യമുണ്ട്. ഇപ്പോൾ പ്രവാചകന്മാർ തന്നെ നമുക്ക് ഓരോ മഹർഷിമാരും മറ്റൊക്കെ എഴുതി വെച്ച കാര്യങ്ങളും, അതുപോലെ നമ്മൾ ഈ 1,00,000 ചില്ലാനും പ്രവാചകന്മാർ പറയുന്നുണ്ട് ഖുർആനിൽ. നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ അത് ആരൊക്കെയാണ് നമുക്കറിയോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും ഇവരും. നമ്മൾ പ്രവാചകന്മാരെന്ന് കരുതുന്നവർ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളും വേദങ്ങളും ഒക്കെ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? അവർക്ക് കിട്ടിയ അറിവ് വെച്ച് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം അതിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ 14 മനുക്കൾ, അതായത് ഒരു ദിവസമാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ. അതിൻ്റെ ഒരു പകലാണ് 7 മനുക്കൾ. അതുപോലെ തന്നെ ആ ഒരു മനുവാണ് എന്ത്? മന്യന്തരം എന്ന് പറയുന്നത്. മന്യന്തരം എന്നാണ് അതിന് പറയാം. അതിനകത്ത് 71 72 ആണ് ചതുർയുഗങ്ങളുണ്ട്. ചതുർയുഗം എന്ന് പറഞ്ഞൊക്കെയാണെന്ന് വെച്ചെങ്കിൽ 4 യുഗങ്ങളാണ്. അതായത് 72 ചതുർയുഗങ്ങൾ എന്നാ പറയുന്നത്. 71 പറയുന്നുണ്ട് കേട്ടോ. അത് 72 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 72 ആകുമ്പോഴാണ് 1008 ഒരു കണക്ക് വരും. അപ്പോൾ 1008 പിന്നെ യുഗങ്ങൾ വരും. അപ്പം ആ ഒരു ചതുർയുഗം എന്ന് പറഞ്ഞതാണ് 4 യുഗങ്ങൾ. ആ 4 യുഗങ്ങളാണ് കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നൊക്കെ പറയുന്നത്. അതിലുള്ള കലിയുഗത്തിലാണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ കലിയുഗത്തിലെ 6ാം സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ്. അപ്പോൾ 6000 വർഷത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിൻ്റെ എന്നാണ് പറയുന്നത്. അതുപോലെ അതിൽ 7ാമത്തെ മനുവിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതായത് പകൽ അവസാനിക്കാൻ പോകുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഓരോ യുഗങ്ങളാണ്. അപ്പോൾ അതിലുള്ള കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ഇതൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ റൊട്ടേഷൻ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്നും എവിടെയും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. നമ്മുടെ മരണം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ മരിക്കുന്നില്ല. നമ്മൾ വീണ്ടും ഉണ്ട്. അതാണ് പരലോകമുണ്ട്, ബർസഖ് എന്ന ലോകമുണ്ട്, ഈ ദുനിയാവ് മാത്രമല്ല ഉള്ളത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു യുഗം അവസാനിക്കുമ്പോൾ മറ്റൊരു യുഗം തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് പുനർജന്മമുണ്ട്. മനുഷ്യന് ആത്മാവുണ്ട്. മനുഷ്യന് ഇപ്പം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ 3 തരം. അതായത് ഒന്ന് ശരീരം, പിന്നെ നമുക്ക് ആ ശരീരത്തിന് അകത്തും പുറത്തുമായി വർക്ക് ചെയ്യുന്ന അതായത് നമ്മുടെ ആത്മാവ്. എന്നാൽ ശരീരത്തിന് അകത്ത് മാത്രം നിൽക്കുന്നതാണ് ജീവൻ. മനസ്സിലായ? ഇങ്ങനെ 3 കാര്യങ്ങളായിട്ടാണ് നമ്മളൊരു മനുഷ്യന് എന്ത് ചെയ്യുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആത്മാവിന് വലിയ സ്ഥാനമുണ്ട്, ജീവനും വലിയ സ്ഥാനമുണ്ട്, ശരീരത്തിനും വലിയ സ്ഥാനമുണ്ട്. ശരീരം കാണുന്നതാണ്, എന്നാൽ ആത്മാവിനെ കാണുന്നില്ല, എന്നാൽ അത് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ ഉറങ്ങുമ്പം നമ്മളിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റ് പല ആളുകളുമായി ബന്ധപ്പെടുന്ന സ്വപ്നങ്ങൾ കാണുന്നത്. മനസ്സിലായോ? അവിടെ ആത്മാവ് മറ്റ് ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ വലിയ രോഗശയ്യയിലൊക്കെ ആകുമ്പോൾ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ജീവൻ അങ്ങനെയല്ല. ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല. മനസ്സിലായോ? ജീവൻ നമ്മുടെ ബീജം മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിന് ജീവനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ഈ ജീവൻ എന്ന് പറയുന്ന സംഗതി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബീജമായിരിക്കുമ്പോൾ തന്നെ അത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്ക്, മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിന് ജീവനുണ്ട്. ആ ജീവൻ വെച്ചാണ് അത് വളരുന്നത്. എന്നാൽ ആത്മാവ് അതല്ല. ആത്മാവ് 4 മാസത്തിന് ശേഷമാണ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനസ്സിലായോ? അത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട് 4-ാം മാസത്തിൽ എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ 3 തരത്തിലാണ് മനുഷ്യൻ്റെ. അപ്പം ഈ ആത്മാവ് നമ്മൾ പുനർജനിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കത് അറിയാൻ സാധിക്കില്ല. അതറിയാൻ സാധിക്കുന്നവർക്ക് സാധിക്കും, പക്ഷെ സാധിക്കാത്തവർക്ക് സാധിക്കില്ല. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാണ്. ഓരോ വസ്തുക്കളും പുനർജനിക്കുന്ന ഒരു കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റ്, ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിനെ കുറിച്ച് നമ്മൾ ഒരു ഉദാഹരണം പറയാം കേട്ടോ. അത് കുറേ കാലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പൊട്ടി വേസ്റ്റായി ഒരു മൂലയിൽ നമ്മൾ ഇടും അല്ലേ. പിന്നീട് നമ്മൾ എന്താ ചെയ്യാതെ പഴയത് കൊടുക്കുന്നവർക്ക് കൊടുക്കും. അത് അവർ വാങ്ങിക്കൊണ്ടുപോയി അത് പലതരത്തിൽ ഉരുക്കി കെമിക്കലൊക്കെ ചേർത്ത് അത് മറ്റൊരു പാത്രമായിട്ട് വീണ്ടും തിരിച്ചു വരും. അപ്പം നമ്മൾ ഉപേക്ഷിച്ച് വെച്ച ബക്കറ്റ് പിന്നീട് ഒരു നാൾ നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് നമ്മൾ ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പം നമുക്കറിയില്ല നമ്മൾ മുമ്പ് ബാത്റൂമിൽ നമ്മൾ ഉപയോഗിച്ച ബക്കറ്റായിട്ട് ഉപയോഗിച്ച അതേ സാധനം തന്നെയാണ്, അതിൻ്റെ പുനർജന്മമാണ് ഈ മുന്നിൽ കാണുന്ന ചെടിച്ചട്ടി. നമുക്കറിയോ? അറിയില്ല. ഇതുപോലെ തന്നെയാണ് പുനർജന്മം. എല്ലാ ജീവികളും പുനർജനിക്കുന്നുണ്ട്, എല്ലാ സസ്യങ്ങളും പുനർജനിക്കുന്നുണ്ട്. ഏതൊരു വൃക്ഷമാകട്ടെ, അതിൻ്റെ ഒരു കായെങ്കിലും എവിടെയെങ്കിലും വീണിട്ട് മറ്റൊരു മരമായിട്ട് അത് പുനർജനിക്കുന്നു. ഇതുപോലെ നമ്മളൊക്കെ പുനർജനിക്കുന്നുണ്ട്. മനസ്സിലായോ? ആ പുനർജനിക്കുന്ന നമുക്ക് ജീവിക്കാനൊരു ലോകമുണ്ട്. അതിനാണ് നമ്മൾ ബർസഖ് എന്ന ലോകം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം ലോകം നമ്മൾ ഈ കാണുന്നതല്ല. നമ്മൾ ഈ കാണുന്നത് വളരെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ഒതുങ്ങുന്ന ഒരു ലോകം. അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു ഗാലക്സിയിൽ അടങ്ങിയതാണ് ഈ 1000-10,000 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അതിനോട് ബന്ധപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അല്ലേ. എന്നാൽ ആ ഒരു ഗാലക്സി കൂടാതെ 1000 ഗാലക്സികൾ പ്രപഞ്ചത്തിനകത്തുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ഇവിടെ നശിക്കുമ്പോൾ മറ്റൊന്ന് പുനർജനിക്കുന്നുണ്ട്. അതിനെല്ലാം വസിക്കാനുള്ള ഇടം പ്രപഞ്ചത്തിനകത്തുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് കയറിപ്പോയതാ കേട്ടോ. അതായത് നമുക്ക് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ക്ഷമിക്കാനുള്ള, സബൂർ ചെയ്യുവാനുള്ള, കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഒരു തൻ്റെ ഇടം, തിരിച്ചറിവ് അത് നമുക്ക് വേണം. മനുഷ്യൻ തന്നെയാണ് ഏറ്റവും ബുദ്ധിമാൻ. എന്നാൽ ഒട്ടും ബുദ്ധിയില്ലാത്തതും മനുഷ്യന് തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, മനസ്സിലായോ? ഏറ്റവും നല്ലവൻ മനുഷ്യനാണ്, എന്നാൽ ഏറ്റവും മോശപ്പെട്ടതും മനുഷ്യനാണ്. മനുഷ്യനെപ്പോലെ മോശത്തരം ചെയ്യുന്ന മറ്റൊരു ജീവിയും ഉണ്ടാവില്ല. അത്രക്കും മോശത്തരം മനുഷ്യന് ചെയ്യാൻ കഴിയും. ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. മൃഗങ്ങൾ ആരെങ്കിലും ആണോ ചെയ്യുന്നത്? അല്ല, മനുഷ്യനാണ്. എന്നാൽ എന്തെല്ലാം നല്ല പ്രവർത്തികൾ ഈ രാജ്യത്ത് നടക്കുന്നു, അതെല്ലാം ആരാ ചെയ്യുന്നത്? അതും മനുഷ്യനാണ്. അപ്പം നമ്മുടെ വിശേഷ ബുദ്ധി, തിരിച്ചറിവ്, ചിന്തിക്കാനുള്ള കഴിവ്, വായിക്കാനുള്ള കഴിവ്, മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. ചിന്തിക്കുക, വായിക്കുക, വായിക്കുക, ചിന്തിക്കുക, അറിവ് നേടുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക. ആരും നമുക്ക് ആ കാര്യത്തിൽ തടസ്സമല്ല. നമുക്ക് ഒരു തടസ്സവും ആ കാര്യത്തിലില്ല.
അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് മുന്നോട്ട് പോകുക. ക്ഷമിക്കേണ്ടോടത്ത് ക്ഷമിക്കുക, സഹകരിക്കേണ്ടോടത്ത് സഹകരിക്കുക, ചോദിക്കേണ്ടോടത്ത് ചോദിക്കുക, തുറന്നു പറയേണ്ടോടത്ത് തുറന്നു പറയുക, മറച്ചു വെക്കേണ്ടോടത്ത് മറച്ചു വെക്കുക, പ്രതികരിക്കേണ്ടോടത്ത് പ്രതികരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊന്നും കിട്ടില്ല. നമ്മെ സൃഷ്ടിച്ചത് തന്നെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പരീക്ഷണം ഒന്നും കാണാതെ നമ്മൾ സൃഷ്ടിക്കൂലല്ലോ. അപ്പം പടച്ച റബ്ബ് നമ്മെക്കൊണ്ട് പലതും കണ്ടിട്ടുണ്ട്. അതിനിടയിൽ കൊച്ചു കൊച്ചു ചില പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതൊക്കെ ക്ഷമയോടെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് നേടാൻ മാത്രമേ ഉള്ളൂ, നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന ഏത് സൽപ്രവർത്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിനുള്ള പ്രതിഫലം കിട്ടും, ഗുണങ്ങൾ കിട്ടും. ക്ഷമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഒരിക്കലും നിഷേധിയായി പോകരുത്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കൈവിടരുത്. നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ പഴി പറയരുത്. നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അവനറിയാം. അത് സമയാസമയങ്ങളിൽ കൃത്യമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുക, അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെയ്തു കൊടുക്കുക. സൃഷ്ടാവിനെ നമ്മൾ പ്രകീർത്തിക്കുക. നല്ലത് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക. ഇപ്പം നല്ലത് ചെയ്യാനുള്ള ഏറ്റവും വലിയ സമയമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ മോശമായ കാര്യങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സഹകരിക്കാതിരിക്കുക. വിജയവും പരാജയവും ഒക്കെ റബ്ബിൻ്റെ തീരുമാനത്തിലുള്ളതാണ്. നമ്മൾ തോൽക്കുമെന്ന് കരുതുന്നവർ വിജയിക്കും, നമ്മൾ വിജയിക്കുമെന്ന് കരുതുന്നവർ തോൽക്കും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടണ്ട. നെല്ലിക്ക കഴിക്കുന്നത് പോലെ ആദ്യം കയ്പാണെങ്കിലും പിന്നീട് മധുരമായിരിക്കും. ഇന്ന് എന്തൊക്കെ പ്രയാസങ്ങൾ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല ആളുകളും പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതിനേക്കാൾ ഏറെ പ്രയാസമായി. വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ പരിഹാരം ഉണ്ടാകും, അതൊക്കെ തീരും, അതിനൊക്കെ സമാധാനം വരും. മനസ്സിലായോ? ഒരു അക്രമകാരികളും ഏറെ കാലമൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അതിനൊരു അവസാനം കുറിക്കും. അതിനുള്ള തീരുമാനം റബ്ബ് തന്നെ എടുക്കും. മനസ്സിലായോ? ഏതായാലും പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിലക്കും രക്ഷ കിട്ടട്ടെ എല്ലാവർക്കും. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയട്ടെ. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിനി. അപ്പോൾ അതിന് ഞാൻ ഇനിയിപ്പോൾ ഏതായാലും നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. ചെറിയൊരു ഇതാണ്, അത് വലിയൊന്നുമില്ല. എന്നാലും പിന്നെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അതിന് ആ പ്രശ്നം നല്ല രീതിയിലായി തീരട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഹൈറാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.